ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പാഠപഠനത്തിൻ്റെ ഓരോ അർത്ഥവ്യാപ്തിയും മനസ്സിലാക്കി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതും അവിടുത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെയും കൃപയെയും കൂടുതലായിട്ട് പഠിച്ച് അവിടുത്തെ വെളിച്ചം നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ആക്കി തീർക്കുവാൻ തരുന്ന എല്ലാ ഈ പാഠപദ്ധതിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എളിയ ഹൃദയങ്ങളായ അടിയങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവ് തൊട്ട് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതലായി ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ചിന്തകളെ ഏകീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തിൻ്റെ അന്ത്യത്തിലായിരിക്കുന്ന അടിയങ്ങളോട് അവിടുന്ന് സംസാരിക്കുമ്പോൾ കർത്താവുമായി താതാത്മ്യപ്പെട്ട് ഞങ്ങൾക്ക് പക്വത പ്രാപിപ്പാൻ തരുന്ന എല്ലാ വചനങ്ങളെയും നന്ദിയോടെ ഹൃദയത്തിലേറ്റെടുത്ത് ലോകത്തിന് വെളിച്ചങ്ങളായി ജീവിപ്പാൻ, സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ഈ 9ാമത്തെ പാഠമാണ് നാം ഈ ആഴ്ചയിൽ പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 9ാമത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് പിതാവുമായിട്ട് അല്ലെങ്കിൽ വീണുപോയ മനുഷ്യനെ പിതാവിൻ്റെ ഇഷ്ടത്താൽ തന്നോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മളെ സമാധാനത്തിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവിനെ നമുക്ക് കാണിച്ചു തരുന്നതായ ഒരു പാഠമാണ് നിരപ്പിക്കലും പ്രത്യാശയും എന്നുള്ളതായ പാഠം. നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് എങ്ങനെയാണ് അത് നിർവഹിച്ചത്, അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നെല്ലാം ഇന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഈ 9ാമത്തെ പാഠത്തിൽ കൂടെ നൽകി തന്നിരിക്കുമ്പം നമ്മൾ ആരായിരുന്നുവെന്നും എപ്പോഴാണ് നമുക്ക് ഈ നിരപ്പിക്കേണ്ട ശുശ്രൂഷ ലഭിച്ചത്, നമ്മൾ അങ്ങോട്ട് പോയതാണോ എന്നെല്ലാമുള്ള കാര്യം വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണമുണ്ട്. അതിൻ്റെ ആധാരവാക്യമായിട്ട് മനഃപ്പാഠവാക്യമായിട്ട് നമുക്ക് നൽകി തന്നിരിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ്. പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കിക്കേ, പാപം അറിയാത്തവന്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ജന്മമെടുത്ത് ഈ ഭൂപരപ്പിൽ വന്നപ്പോൾ പാപമൊഴികെ സകലത്തിലും നമുക്ക് സമമായിട്ട് പരീക്ഷിക്കപ്പെട്ടുവെന്ന് സുവിശേഷങ്ങളിൽ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ആ പാപം അറിയാത്തവനെ നമ്മുടെ പാപത്തിന് വേണ്ടി പാപമാക്കി, നമ്മൾ വഹിക്കേണ്ടതായ ശിക്ഷ, നമ്മൾ ഏൽക്കേണ്ടതായ അടി, നമ്മളുടെ നടപ്പ് ദോഷം കൊണ്ട് വന്നിരിക്കുന്ന എല്ലാ കുറ്റാരവും കർത്താവ് ഏറ്റെടുത്ത് പിതാവുമായിട്ട് നമ്മളെ നിരപ്പിച്ചതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യത്തിലൂടെ നാം പഠിക്കുന്നതായ കാര്യം. ഈ ഇന്നത്തെ പുനഃസംഗമം എന്ന അർത്ഥമുണ്ട്, പുനരൈക്യമെന്നർത്ഥമുണ്ട്, അതുപോലെ സമമായിട്ട് നമ്മളെ ആക്കി തീർത്തു എന്നൊക്കെ അർത്ഥത്തിലാണ് റെക്കൺസൈലിയേഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ മലയാളം ബൈബിളിൽ അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കർത്ഥം കൊടുത്തിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം നമ്മളത് പഠിക്കുമ്പം ആ വാക്കർത്ഥം വളരെ വിശിഷ്ടമായിട്ടാണ് നൽകി തന്നിരിക്കുന്നതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട്
ആ വാക്ക് 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിച്ചു. അപ്പം നിരപ്പെന്നുള്ളൊരു വാക്ക് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിരപ്പെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഹമ്പില്ല. എന്നാൽ അനുരഞ്ജനം എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പം അത് രണ്ട് തുല്യ ആളുകൾ തമ്മിലുള്ളതാണ്. എന്നാൽ നാം മനുഷ്യരും ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ളതായ അവിടുത്തെ മാറ്റമില്ലാത്ത തീരുമാനമാണ് നിലനിൽക്കുന്നത്. ആ മാറ്റമില്ലാത്ത തീരുമാനം മാറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് നമുക്ക് വേണ്ടി സമാധാനമുണ്ടാക്കുവാൻ അവിടുന്ന് ഒരു മനുഷ്യനായി ആ നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ കടന്നു വന്നു എന്നറിയുമ്പോൾ ദൈവം മനുഷ്യനായത് ആ നിരപ്പിൻ്റെ ഏറ്റവും വലിയ ആ റെക്കൺസൈലിയേഷൻ ഒരുമിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ഒരുമിപ്പിക്കുവാൻ തക്കവണ്ണം ആ ദൈവം ചെയ്ത ശുശ്രൂഷയുടെ മഹത്തായ അർത്ഥമാണ് അവിടെ ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും തമ്മിലുള്ളതായ വ്യത്യാസം, കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുവാൻ ഫിലിപ്പിയ ലേഖനം തരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള വലിയ ഒരു ക്യാൻവാസിലെ ചിത്രമാണ് നമുക്ക് കൊലോസ്യ ലേഖനത്തിലൂടെ പഠിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കും. കർത്താവ് ആരാണ്? കർത്താവ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കേണ്ടായി. കർത്താവിൻ്റെ വിവിധ പദവികളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായി. ആ കർത്താവ് ആരായിരുന്നു? കർത്താവിൻ്റെ ശുശ്രൂഷ, നമുക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവിടുന്ന് വഹിച്ച പങ്ക്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പാഠത്തിലൂടെ നാം വളരെ സ്പഷ്ടമായിട്ട് പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അപ്പം ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. ആ നിരപ്പിക്കൽ ശുശ്രൂഷയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് വലിയ ഒരു കണ്ണാടിയിലൂടെ കണ്ടിട്ട്, ആ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കണ്ടിട്ട് അത് വളരെ വ്യക്തമാക്കി അടുത്തടുത്ത് കൊണ്ടുവന്ന് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം നമ്മെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ പാഠത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആ ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളെ ആധാരമാക്കി അവിടെ നമ്മോട് സംസാരിക്കുന്നത് നാം എപ്പോഴാണ് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് എവിടെ ആയിരുന്നപ്പോഴാണ് നമ്മളെ നിരപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതെന്നുള്ള വാക്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഭയെന്ന വലിയ ഒരു ചിത്രവും നാം വ്യക്തിപരമായിട്ട് അതിനകത്ത് നമ്മളുടെ സ്ഥാനവും മനസ്സിലാക്കി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷയുടെ ആ വലിയ അനുഭവം പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മളെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളതായ ആ പാഠങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്ന് ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നത്? തന്നോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അരുതാത്ത കാര്യം ആദമും ഹൗവയും ചെയ്തു. അവർ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ ബോധ്യമായി. അവരുടെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. അവർ ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം അവരെ സന്ദർശിച്ച് അവരെ വിളിക്കുന്നത്, ആദമേ ആദമേ നീ എവിടെ? ആ ഒരു ഇറങ്ങി വന്ന് അന്വേഷിച്ച് വരുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ കൊലോസ്യ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ ദൈവം നമ്മളോട് ചെയ്ത ആ വലിയ കാര്യം എങ്ങനെയാണ് ചെയ്തത്? നമ്മളെ അങ്ങോട്ട് പോയി രക്ഷപ്പെടുവാൻ തക്കവണ്ണം പോയതല്ല, മറിച്ച് ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു. അവിടുന്ന് തന്നെ ആ സ്റ്റെപ്പ് എടുത്തു. നമുക്ക് വേണ്ടിയുള്ള രക്ഷാ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് മുൻകൈ എടുത്തു വന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് 21-ാം വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ. മനസ്സുകൊണ്ട് ദുഷ്പ്രവർത്തികളാൽ അകന്നവരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് 1-ാം വാക്യത്തിൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലിരുന്ന നമ്മളെയാണ് അവിടുന്ന് തേടി വന്ന് തന്നോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി കാൽവറിയിൽ എന്ത് ചെയ്തത്? നമുക്കായിട്ട് യാഗം ആയി തീർന്നത് എന്ന് മനസ്സിലാക്കണം.
എന്തിനു വേണ്ടിയാണ് നമ്മളെ ഇപ്രകാരം കർത്താവ് തിരഞ്ഞെടുത്തത്? ഇപ്രകാരം നമ്മളെ എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ സമാധാനത്തിൽ പിതാവിനോട് സമാധാനമാക്കിയതെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സഭയായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടം, ഓരോ വ്യക്തികളും ഈ അനുഭവത്തിൽ നിന്ന് ദൈവത്താൽ വിളി പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വാസത്തിൻ്റെ പദമൂന്നിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ ഒരു സഭയായിട്ട്, തൻ്റെ ശരീരമായിട്ട് എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നിരപ്പ് വെച്ച വിധം തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. പാവം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാവമാക്കി നമ്മെ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ തേജസ്സിൻ്റെ അനുഭവങ്ങൾ, വിശുദ്ധന്മാർക്ക് തേജസ്സിൻ്റെ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ യോഗ്യമായ രീതിയിൽ നമ്മെ നടത്തുന്നതിന് വേണ്ടി അവിടുന്ന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച കരുണ, അവിടുന്ന് മുൻകൈ എടുത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ അനുഭവം എത്ര കൃപയേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാലങ്ങളിൽ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. ഈ വചനങ്ങളിൽ നമ്മൾ പദമൂന്നി നടക്കണം. ഇത് നമുക്ക് വിശ്വാസത്തിന് ആധാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നതായ വിശ്വസിക്കുവാനും നമ്മളെ തന്നെ ശുദ്ധീകരിപ്പാനും ഓരോ ദിവസവും അവിടുത്തെ കൃപ അനുഭവിപ്പാനും അവിടുത്തോട് ചേർന്ന് നടക്കുവാനും തക്കവണ്ണമുള്ള വിശ്വാസ്യ വചനങ്ങളാണ്. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ആ നിരപ്പിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അത് നമുക്ക് എങ്ങനെ പ്രാപിക്കാമെന്നുള്ളതാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നൽകി തന്നിരിക്കുന്നത്. തിങ്കളാഴ്ചത്തെ പാഠം 23-ാം വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ച് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശ, അതിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുമുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പം കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മെ നിർത്തുവാൻ തക്കവണ്ണം പര്യാപ്തമായ അനുഭവം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ നല്ല അനുഭവം പ്രാപിക്കുക എന്നുള്ള, ഇളകാതെ നിൽക്കുവാൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്ദകളും പരിഹാസങ്ങളും വളരെ കൂടുതലായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യുവാൻ സാത്താൻ കൊണ്ടുവരും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവത്തിൻ്റെ വചനം എഴുതുന്നത് ഹൗസ് അറസ്റ്റിലിരിക്കുമ്പോഴാണ്. ആ അനുഭവത്തിലാണെങ്കിലും കർത്താവിൻ്റെ ദാസ മക്കളോട് പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പാൻ. എന്ന് തേജസ്സിൻ്റെ വാടാത്ത കിരീടം അത് ലഭിക്കുവാൻ നൊടി നേരത്തേക്കുള്ള ലഘുസങ്കടം മാത്രമേ ഈ ഭൂപ്പരപ്പിൽ നമുക്കുള്ളൂ. എന്നാൽ തേജസ്സിൻ്റെ വലിയ ഒരു വലിയ അനുഗ്രഹം നമുക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാകും. അതുകൊണ്ട് നമ്മൾ കേട്ടതും അടിസ്ഥാനപ്പെട്ടതുമായ ദൈവവചനത്തിൽ വിശ്വാസത്തിൽ ഇളകാതെ നിൽക്കുന്നുവെങ്കിൽ മാത്രമേ ഈ അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ കേട്ടത്, എന്താണ് നമ്മൾ പഠിച്ചത്? റോമാലേഖനം 5-ാം അധ്യായം 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമ്മളോട് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമാണ്. പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ആ അനുഭവം നമ്മളുടേതായി തീരുമ്പോഴാണ് നമുക്ക് ഇളകാതെ നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. 5:9 മുതൽ റോമാലേഖനം 5:9 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവിടുത്തെ രക്തത്താലുള്ള നീതീകരണം വിശ്വാസത്താൽ നാം പ്രാപിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തിൻ്റെ നീതി നമുക്ക് ലഭ്യമാകുവാൻ സാധ്യമല്ല. നാം ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ
പിതാവിനോട് നിരപ്പ് വരുത്തുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് ഇഷ്ടം തോന്നിയത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ മരിച്ചവരായിരുന്നപ്പോൾ, ഈ അവസ്ഥകളിൽ നമുക്ക് ഒട്ടും ബലമില്ല, നമുക്ക് നോക്കുവാൻ പോലും അധികാരമില്ല, മരണം വിധിക്കപ്പെട്ടവരായി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഇറങ്ങി വന്ന് തൻ്റെ പുത്രൻ്റെ യാഗത്താലെ, ആ രക്തത്താലെ നമ്മെ തന്നോട് നിരപ്പിച്ച് പിതാവിന് നമ്മെ വിശുദ്ധര്, നീതീകരിക്കപ്പെട്ടവരായിട്ട് കാണിച്ചു തരുന്നത് എന്ന്. എന്നാൽ 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, കർത്താവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ സ്നാനത്താൽ കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പഴയതെല്ലാം പിന്നെ നമ്മളുടെ പഴയ കാലങ്ങളോ പഴയ പാപങ്ങളോ ഒന്നും പിന്നെ ദൈവം ഓർക്കുന്നില്ല, അതെല്ലാം മായ്ച്ചു തരുന്ന ഒരു അനുഭവമാണ്. എന്നാൽ എന്താണ് ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം പ്രാപിക്കുകയും ആ വിശ്വാസത്തിൽ ഇളകാതെ നമ്മൾ മുന്നോട്ട് പോവുകയും വേണം എന്ന് തിങ്കളാഴ്ചത്തെ പാഠത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ പാഠമാണ്. നമ്മൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്തിൽ പലതരം ഉപദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. അതിലൊരു ഉപദേശമാണ് ഒരിക്കൽ രക്ഷപ്പെട്ടാൽ ആ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതായ ഒരു ഉപദേശം. അതുകൊണ്ട് ഈ അനുഭവം എന്ന് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നുള്ള വിളിക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടു നടക്കാനുള്ളതല്ല. നമ്മുടെ മരണപര്യന്തം നമ്മൾ എന്ത് ചെയ്യണം? ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ഉറപ്പ് പ്രാപിക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും പുതിയ സൃഷ്ടിയുടെ അനുഭവം പ്രാപിക്കുകയും ചെയ്യുന്നതായ ഒരു വിളിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം രക്ഷയുമായി ബന്ധപ്പെട്ട വിരുദ്ധ ഉപദേശങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരാകുവാനാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ആ രക്ഷയിൽ നിലനിൽക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ രക്ഷയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ നമ്മൾ ഇളകാതെ നിൽക്കണം. എപ്പോഴും വരെയാണ്? നമ്മുടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ജീവകിരീടം ലഭിക്കുകയുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ അനുഭവം. കർത്താവ് സഭയ്ക്കുള്ള ആലോചന, വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്കുള്ള ആലോചനയിൽ ഓരോ സഭയ്ക്കും ആലോചന കൊടുക്കുമ്പോഴത്തേന് മടങ്ങിവരവിന് മാനസാന്തരത്തിനുള്ള ആലോചന കൊടുക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഒരിക്കൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവർ അനങ്ങാതിരിക്കുന്നവർക്ക് പിന്നെ മടങ്ങി വരുന്നതിനൊരു ആഹ്വാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനു വേണ്ടിയാണ്? രക്ഷിക്കപ്പെട്ട ഓരോ മക്കളും രക്ഷയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം, അഥവാ വീണുപോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് താതാത്മ്യപ്പെടുവാൻ, പുത്രൻ്റെ രക്തത്താൽ നിരപ്പിൽ നിലനിൽക്കുവാൻ, ബലം പ്രാപിക്കുവാനാണ് ആ ആഹ്വാനം നമുക്ക് മുന്നറിയിപ്പുകളായിട്ട് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ചത്തെ പാഠഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. വളരെ വലിയ ഒരു വിപരീത ഉപദേശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പാഠമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പരീശന്മാരും എല്ലാവരും കൂടെ ചേർന്ന് പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിയുവാൻ തക്കവണ്ണം കൊണ്ടുവന്നു മോശയുടെ ന്യായപ്രമാണ പ്രകാരം. കർത്താവ് ആ സമയത്ത് അവരെ വിധിക്കുന്നില്ല, മറിച്ച് കർത്താവ് അവളോടൊരു കാര്യം പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് പിന്നീട് ആ സ്ത്രീ ജീവിക്കുന്നതെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യാതെ തുടർന്നൊരു പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കുക എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. അതുപോലെ തിമോഥെയോസിന് കൊടുക്കുന്ന ഉപദേശത്തിലും കർത്താവ് ഇത് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിത്യമായ രക്ഷാ പദ്ധതിയെ, നാം ഇളകാതെ നിൽക്കുവാൻ തന്നിരിക്കുന്ന രക്ഷാ പദ്ധതിയെക്കുറിച്ച് നമ്മൾ നല്ലവണ്ണം ബോധ്യമുള്ളവരാകണം. അതാണ് ചൊവ്വാഴ്ചത്തെ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത്. കർത്താവിൻ നമുക്ക് വേണ്ടിയുള്ള രക്ഷാ പദ്ധതി പാപത്തിൽ വീണു പോയതിന് ശേഷമുള്ളതല്ല, മറിച്ച് നിത്യതയിൽ തന്നെ അങ്ങനെ ഒരു പദ്ധതി ഉടലെടുത്തിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞതിലൂടെ ഒക്കെ നമുക്ക് അത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രക്ഷാ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം: ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൻ
സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ രക്ഷാ പദ്ധതിയുടെ ഒരു ഭാഗം താനായിത്തീരുവാൻ ആഗ്രഹിച്ചു ബന്ധനത്തിലായിരിക്കുന്നു എന്ന് സഭയെ പഠിപ്പിക്കുകയാണ്. നമ്മളത് മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിത്യമായ ഒരു പദ്ധതി, അത് 25-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു. അതായത് ഈ രക്ഷാ പദ്ധതിയുടെ പൂർണ്ണ രൂപം പഴയ നിയമകാലത്ത് അവർക്കത്ര മനസ്സിലായില്ല. എന്നാൽ അവർ ആ രക്ഷാ പദ്ധതിക്ക് വേണ്ടി തങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണമുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രാപിച്ചിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തലമുറകൾക്ക് മറഞ്ഞു കിടന്നതായ ഒരു മർമ്മമായിരുന്നു ഈ രക്ഷാ പദ്ധതി എന്ന് നമ്മളോട് പറയുമ്പോൾ, ആ രക്ഷാ പദ്ധതിയിലെ വെളിപ്പാടുകൾ നാം മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കുവാൻ ഭാഗ്യം ലഭിച്ചിരുന്നില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് നമ്മളെ എന്ത് ചെയ്തു? ആ രക്ഷാ പദ്ധതിയുടെ അംഗങ്ങളാക്കുവാൻ തക്കവണ്ണം അത് വ്യക്തമാക്കി തരികയുണ്ടായി. അത് യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, അതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നുണ്ട്. മോശയ്ക്ക് മരുഭൂമിയിൽ എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിലൂടെ ആ കുഞ്ഞാടിനെ വെളിപ്പെടുത്തുകയുണ്ടായി. ആദമിന് ഹൗവയ്ക്കും ആ കുഞ്ഞാടിനെ വെളിപ്പെടുത്തുകയുണ്ടായി. കാലസമ്പൂർണത വരുമ്പോൾ ഈ കുഞ്ഞാട് എന്ത് ചെയ്യുന്നു? ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 ആ കുഞ്ഞാട് സഹിക്കേണ്ടുന്നതായ ആ ത്യാഗങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പ്രവാചകൻ. അങ്ങനെ പ്രവാചകന്മാർക്ക് വ്യക്തമാകാത്തതും എന്നാൽ അവർക്ക് മറച്ചു വെച്ചിരുന്നതുമായ ആ നിഴല് പിൽക്കാലത്ത് ശുശ്രൂഷകരായി തീർന്ന അപ്പോസ്തലന്മാർക്കും നമുക്കും വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ആ കുഞ്ഞാട് മശിഹ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത പദ്ധതിയുടെ ശ്രേഷ്ഠകരമായ ആ കരുണയുടെ മകുട ഉദാഹരണമായിട്ട് ദൈവം തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു കാഴ്ചപ്പാട് ആ ഭാഗത്ത് നമുക്ക് നൽകി തന്നിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പത്രോസിൻ്റെ അഭിപ്രായം നമ്മൾ പഠിക്കുമ്പോൾ 1 പത്രോസ് 1:10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 1:10 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ഈ രക്ഷാ പദ്ധതിയുടെ ഒരു മർമ്മം അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തുന്നത് നമുക്ക് 1 പത്രോസ് 1:10 മുതൽ 12 വരെ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. എന്നാൽ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് ആ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആ രക്ഷാകരമായ അവസ്ഥ പ്രാപിക്കുവാൻ ഈ സമയം എപ്പോഴാണെന്ന് അവർ പലപ്പോഴും ആരാഞ്ഞു നോക്കി. നമുക്കറിയാം പ്രവാചകനായ യെശയ്യാവ്, അതുപോലെ പ്രവാചകന്മാരൊക്കെയും കർത്താവിൻ്റെ മനുഷ്യവേഷത്തിൽ വരുമ്പോൾ അനുഭവിക്കുന്ന യിരെമ്യാവ്, ഹോശയ്യ, അവരൊക്കെയും പ്രവചിക്കുകയുണ്ടായി കർത്താവിനെക്കുറിച്ച്. മീഖ, ഇവരെല്ലാവരും കർത്താവിനെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്തെക്കുറിച്ച് ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് അവരുടെ സമയത്തല്ല, അത് നമ്മുടെ സമയത്ത് നമുക്ക് വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം 19-ാം വാക്യത്തിൻ്റെ അവസാനം 20-ാം വാക്യത്തിൽ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ആ കർത്താവ് ആരാണെന്ന് പത്രോസ് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ വെളിപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് ദർശനത്തിൽ കൂടെ. അപ്പോഴേ ആ കർത്താവിനെ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെട്ടു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഈ മർമ്മം, അതായത് ഈ തലമുറകൾക്ക് വെളിപ്പെടാതെ കടന്നിരുന്നതായ ആ
മർമ്മം, അത് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായ ആ വെളിപ്പാട് അപ്പോസ്തലനായ പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ നമുക്കതിനെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തി തരുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളും അവിടുന്ന് പിതാവിനോട് സമാധാനം വരുത്തുവാൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന വിധങ്ങളുമൊക്കെ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തെ അവിടുന്ന് നാം ആയിരിക്കേണ്ടുന്നത് പോലെ ആയിത്തീരുവാനുള്ള ആഹ്വാനവും നമുക്ക് നൽകി തരികയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറിയപ്പെട്ടവനായിരുന്നു. അതാണ് കർത്താവിനെക്കുറിച്ച് പത്രോസ് പറയുന്നത്. അപ്പം രക്ഷാപദ്ധതിക്ക് വിവിധ വശങ്ങളുണ്ട്, പല വശങ്ങളുണ്ട്. അത് അതാണ് നമുക്ക് 2 കൊരിന്ത്യർ 3:14 അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കി തരുന്നത്. എഫേസ്യ ലേഖനത്തിലൂടെ അവിടുത്തെ അനാദികാലത്ത് അതിക്രമങ്ങളിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ് വരുത്തിയ വിധങ്ങളെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിലും നമുക്ക് അതിനെക്കുറിച്ച് നൽകി തരുന്നുണ്ട്. ദൈവം നമ്മളോട് കാണിച്ച കരുണയുടെ ബഹുത്വം എത്ര വലുതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇതിനെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. മുൻ നിർണയിച്ചിരുന്നതായ കാര്യം എന്താ? മുൻനിർണയം കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപമെടുത്ത് മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കാലസമ്പൂർണത, എല്ലാത്തിനും കാലാനുസൃതമായി മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി കർത്താവ് ഇവിടെ വരികയുണ്ടായി. 33.5 വർഷം ഈ ഭൂമിയിൽ കർത്താവ് നമ്മോടൊപ്പം മനുഷ്യനായി പാർത്തു. ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഒരു മനുഷ്യനെന്ന നിലയിൽ പാപം കൂടാതെ നിർവഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് ആ സമയം വന്നപ്പോൾ നമ്മെ എന്ത് ചെയ്തു? ആ നിരപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ കാൽവറിയിൽ നമ്മെ എന്ത് ചെയ്തു? പിതാവിനോട് നിരപ്പിക്കുന്ന അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി മുൻനിർണയിക്കപ്പെട്ട ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തി. അതിൽ ഒന്നാമത്തതെന്ന് പറയുന്നത് പിതാവിനോട് നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാം പാപം ചെയ്യാത്ത അവസ്ഥ നീതീകരിക്കപ്പെടുകയാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷയിലെ ആദ്യ പടിയെന്ന് പറയുന്നത് അതാണ്. നാം അതുവരെയും ചെയ്ത പാപങ്ങൾ മുഴുവനും എന്ത് ചെയ്യുന്നു? കർത്താവ് തൻ്റെ രക്തത്താൽ മായ്ച്ച് കളയുകയാണ്. ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ്. പുതിയ സൃഷ്ടിയാക്കി തീർത്തിട്ടാണ് നമ്മളെ പിന്നെ തന്നോടുകൂടെ നടക്കുവാൻ, തന്നോടുകൂടെ വളരുവാൻ, താനായിരിക്കുന്നിടത്ത് കൊണ്ടുപോകുവാനും ഒക്കെ തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പിതാവിനോട് നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ആ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ പരിണിത ഫലം അനുഭവേദ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കടന്നു വരുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിലയേറിയ അനുഭവങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിൻ്റെ പ്രാർത്ഥന വളരെ ബൃഹത്തായ രീതിയിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടുന്നതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടുന്നതിന് സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. പുത്രൻ്റെ സ്ഥാനം അവിടെ പറയുകയാണ്, അധികാരം അവിടെ പറയുകയാണ്. യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. തൻ്റെ ഏകസത്യദൈവമായ പിതാവിനെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നമുക്ക് പിതാവിനെ പുത്രൻ മഹത്വപ്പെടുത്തിയത് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, പിതാവിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് പിതാവിൻ്റെ ഇഷ്ടം പുത്രൻ നിർവഹിച്ചത്. അതുകൊണ്ട് നാം ആ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുത്രൻ എന്തെല്ലാം നമ്മോട് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടോ, നാം ജീവിക്കേണ്ട മാർഗനിർദ്ദേശം എങ്ങനെയൊക്കെയാണോ അതുപോലെ നാം ആയിത്തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം കർത്താവിന് മഹത്വപൂർണ്ണമായി ഇരിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നാം ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും ജീവിതങ്ങളെ കർത്താവ് തന്ന മാർഗനിർദ്ദേശത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പിതാവിനോടുള്ള പ്രാർത്ഥന അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും അവിടുത്തോട് താതാത്മ്യം പ്രാപിക്കുവാനുള്ളതായ ആ താഴ്മ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ സാധ്യമാക്കി തരും എന്ന് ഈ 17-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അത് അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവരിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാരെക്കുറിച്ച് എല്ലാം അവിടുത്തെ ദാനമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് തന്നതാണെന്നും ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അവരറിയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് ആ പ്രാർത്ഥന ഇന്ന് നമുക്ക് വേണ്ടിയും ബാധകമാക്കിയിരിക്കുകയാണ്. നാം അത് ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങളിൽ നിലനിൽക്കുവാനുള്ള ഇഷ്ടത്തോടുകൂടി അവിടുത്തെ ആലോചന നാം ഏറ്റെടുക്കുമ്പോൾ നമുക്കും ഈ പ്രാർത്ഥനയുടെ ഉത്തമ ഫലം ലഭ്യമാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം നാം വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി നിർവഹിച്ചത് എന്നുള്ളതായ വലിയ ഒരു അനുഭവം, അല്ലെങ്കിൽ ക്രിസ്തീയ പക്വത പ്രാപിച്ച് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വ്യാഴാഴ്ചത്തെ പാഠത്തിലൂടെ നാം ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് വളരണം. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ജീവിതമാണ്. അത് ദിവസം പ്രതി വളരണം. വളർന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥപൂർണമല്ല. നമ്മൾ ദിനം പ്രതി ക്രിസ്തുവിൽ വളരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തീയ പക്വത നമ്മൾ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ആ മുഖമുദ്ര നമ്മളെ കാണുന്നവർ മനസ്സിലാക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം. ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി കളയുവാൻ തക്കവണ്ണം അനവധി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെയും വന്നേക്കാം. എന്നാൽ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചതും അവിടെ നിന്ന് നാം കേട്ടിരിക്കുന്നതും നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതുമായ വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നാം നിലനിന്നാൽ, നാം ഇളകാതെ നിലനിന്നാൽ മാത്രമേ ആ ക്രിസ്തീയ പക്വതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ആ ക്രിസ്തീയ പക്വത എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിവേകമുണ്ടായിരിക്കണം. വാക്കിലും പ്രവൃത്തിയിലും വളരെ വിവേകത്തോടുകൂടി ദൈവത്തിന് പ്രസാദമുള്ളത് സംസാരിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ കർത്താവിന് ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുസരണ മനോഭാവമാണ്. ആ പക്വതയിലേക്ക് വരുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മെ നിരപ്പിച്ചിരിക്കുന്നത്, നമ്മെ ദിനം പ്രതി നടത്തുന്നത്, നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർത്തുന്നത്. നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്തത് എത്ര വലിയ ഒരനുഭവമാണ്. നമ്മളെ ദൈവത്തോട് നിരപ്പിച്ച് നമുക്ക് ഇരുപക്ഷത്തെയും സമാധാനത്തിലാക്കി. പിതാവിന് നമുക്കും സമാധാനമുണ്ടാക്കി. ആ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമുക്ക് ജീവൻ വെച്ച് പുതിയ സൃഷ്ടിയാക്കി. പുതിയ വഴികളെ തന്നു. പുതിയ പാതകൾ വെട്ടിത്തുറന്നു തന്നു. ദൈവത്തിൻ്റെ ആ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ, വിശ്വാസത്തിൽ ഇളകാതെ നിൽക്കുവാൻ, തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ, വിശുദ്ധന്മാർക്ക് തേജസ്സിൻ്റെ എല്ലാ അനുഭവങ്ങളും പ്രാപിക്കുവാൻ ദിനം പ്രതി വളരേണ്ടതായിട്ടുണ്ട്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. ഓരോ ദിവസവും ഏത് നേരത്ത് ദൈവത്തിൻ്റെ ആ രാജ്യത്തിൽ നാം എത്തുമെന്നോ നമ്മുടെ മരണം എപ്പോഴെന്നോ നാം അറിയുന്നില്ല. കർത്താവിൻ്റെ വരവ് ഏത് നേരത്തൊന്നും നാം അറിയുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത് ആ നിരപ്പും പ്രത്യാശയിൽ നിൽക്കുവാൻ തക്കവണ്ണം ക്രിസ്തീയ പക്വത പ്രാപിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ ആ വലിയ അനുഭവങ്ങൾ ദിനം പ്രതി നാം ഹൃദയത്തിൽ ധ്യാനിച്ച് നന്ദിയുള്ളവരായി അവിടുത്തെ വരവിന് വേണ്ടി നിലനിൽക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് ദിനം പ്രതി ധ്യാനിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ
അവിടുത്തെ കൃപ അനുഭവിക്കുന്നവരായിരിക്കുവാനും മറ്റുള്ളവർക്ക് നമുക്ക് തന്ന ആ കൃപ പകരുന്നവരായിരിക്കാനും ദൈവം ഈ പാഠപദ്ധതിയിലൂടെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങൾക്ക് അവിടുന്ന് തന്നോട് പിതാവിനോട് നിരപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവിടുത്തെ സ്നേഹത്തിനായി കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത വലിയ വില അതൊന്ന് ധ്യാനിക്കുവാൻ ഞങ്ങളെ നിമിഷം പ്രതി സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് വന്ന് രക്ഷപ്പെട്ടതല്ല, പിന്നെയോ ഞങ്ങളെ തേടി വന്ന നല്ല ഇടയനായിട്ട് അവിടുന്ന് ഞങ്ങളെ ആ കൂരിരുട്ടിൻ്റെയും ദാവേ അനുഭവത്തിൽ നിന്ന്, മരണനിഴലിൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത് കൊണ്ട് സ്തോത്രം. അടിയനോടൊപ്പം പാഠം പഠിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും ഈ ചിന്തകളാൽ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നിരപ്പ് മരണപര്യന്തം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയ പക്വതയിൽ വളരുവാൻ തക്കവണ്ണം അവിടുത്തെ രാജ്യത്തിലേക്ക് ഒരുങ്ങുവാനും ആ പ്രത്യാശയിൽ നിലനിൽക്കുവാനും പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുന്നവരായി തീരുവാനും അടിയങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.